ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ഇന്ന് തീസര ഗീത് നോക്കാം. പെഹല ഓർ ദൂസര നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു രാധയുടെ വികാരങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ആ ഒരു രീതിയിലെടുത്താൽ മതി. ഇത് ഡീറ്റെയിൽഡ് സിലബസ് ആയതുകൊണ്ടാണ് ഇതിങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുന്നത്. ओके. घाट से लौटते हुए तीसरे पहर की अलसाई वेला में मैंने अक्सर तुम्हें कदम के नीचे चुपचाप ध्यानमग्न खड़े पाया. मैंने कोई अज्ञात वन देवता समझा. कितनी बार तुम्हें प्रणाम कर सिर झुकाया, पर तुम खड़े रहे अटिक, निर्लिप्त, वितराग, निश्चल. तुमने कभी उसे स्वीकारा ही नहीं. दिन भर दिन बीतते गए और मैंने तुम्हें प्रणाम करना भी छोड़ दिया. पर मुझे क्या मालूम था कि वह अस्वीकृति ही अटूट बंधन बनकर मेरी प्रणाम बद्ध अंजलियों में, कलाइयों में इस तरह लिपट जाएगी कि कभी कुल ही नहीं पाएगी. और मुझे क्या मालूम था कि तुम केवल निश्चल खड़े नहीं रहे. तुम्हें वह प्रणाम की मुद्रा और हाथों की गति इस तरह भाग गई कि तुम मेरे एक एक अंग की एक एक गति को पूरी तरह बांध लोगे. इस संपूर्ण के लोभी तुम भला उस प्रमाण मात्र को क्यों स्वीकारते और मुझ पगली को देखो कि मैं तुम्हें समझती थी कि तुम कितने वितराग हो, कितने निर्लिप्त हो. यहाँ पर घाट से लौटते हुए, घाट എന്ന് വെച്ചാൽ എന്താ ഒരു പുഴയുടെ തീരത്ത് നിന്ന് വെള്ളം എടുത്തിട്ട് തിരിച്ച് വരുന്ന സമയത്ത്, ഘാട്ട് സെ ലൗട്ടെ ഹുയെ വരുന്ന സമയത്ത് ഒരു ഏകദേശം തീസരെ പെഹർ ഉച്ച സമയത്ത് ആലസായി വേലാമേ ഒരു അത്ര ഉച്ചക്കുള്ള ഒരു അവസ്ഥ. ഓക്കെ, അത്ര ഊർജിതവും അല്ല, എന്നാലും അത്ര ക്ഷീണിതവും അല്ല, ഒരു നടുക്കുള്ളൊരവസ്ഥ. ഓക്കെ. मैंने अक्सर तुम्हें कदम के नीचे चुपचाप ധ്യാനമഗ്ന കടേ പായ. ഞാൻ എപ്പോഴും വരുന്ന സമയത്ത്, വെള്ളം എടുത്ത് വരുന്ന സമയത്ത് നിന്നെ ഞാൻ ആ കദം കെ നീച്ചെ എന്ന് വെച്ചാൽ ആ കദംബ വൃക്ഷത്തിൻ്റെ അടിയിൽ നിന്നെ കാണാറുണ്ട്. അടിയിലെന്ന് വെച്ചാൽ ആ വൃക്ഷത്തിൻ്റെ അരികിൽ. ഓക്കെ. ചുപ്ചാപ്പ് ധ്യാനമഗ്ന കടേ പായ. എപ്പോഴും ഇങ്ങനെ ഒന്നും അനങ്ങാണ്ട് എന്തോന്നിലും മുഴുകിയിരിക്കുന്ന പോലെയാണ് തോന്നാറ്. മേനെ കോയി അജ്ഞാത്ത് വനദേവത സംജ. ഞാൻ ഫസ്റ്റ് കണ്ടപ്പോൾ ഏതോ ഒരു അജ്ഞാതമായ ഒരു വനദേവതയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. രാധ പറയാണ്, കിത്നി ബാർ തുമേ പ്രണാം കർ സിർ ഝുക്കായ. ഞാൻ എത്രയോ പ്രാവശ്യം അതിലെ പോകുന്ന സമയത്ത് നിന്നെ കാണുമ്പോൾ ഞാൻ എപ്പോഴും നിന്നെ, അത്രയും തേജസ്സാണ് മുഖത്ത്, അപ്പം ദേവതയാണെന്ന് വെച്ചിട്ട് എത്രയോ പ്രാവശ്യം നിന്നെ പ്രണമിച്ചിരുന്നു. സിർ ഝുക്കായ, തല കുനിച്ചിരുന്നു. പർ തും ഖടേ രഹേ അട്ടിക്, നിർലിപ്ത്, വിതരാഗ്, നിശ്ചൽ. നീ ആണെങ്കിലോ അതിന് ഓക്കെ, നമ്മൾ പറയൂലേ പ്രണാമം ചെയ്തിട്ടുണ്ട് തിരിച്ചങ്ങോട്ട് പ്രണാമം പറയും. ഇതൊന്നുമില്ലാതെ ഒരു നിർലിപ്തമായ അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, ഒരു ഭാവ വ്യത്യാസവും ഇല്ല, ഇങ്ങനെ നിൽക്കുകയാണ്. തുമ്നെ കബി ഉസെ സ്വീകാരാ ഹി നഹി. ഞാൻ എത്രയോ പ്രാവശ്യം പ്രണാമം പറഞ്ഞിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് നീ ഒന്നും അതിനെ തിരിച്ച് പറയുകയോ അല്ലെങ്കിൽ അത് സ്വീകരിക്കുകയോ ഒന്നും ചെയ്തില്ല. ഒന്ന് ചിരിച്ചാൽ മതി അല്ലേ, ഓക്കെ എന്ന് പറഞ്ഞിട്ട്. ദിൻ പർ ദിൻ ബീത്തേ ഗേ. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് പോയി. ഓർ മേനെ തുമേ പ്രണാം കർണ ബി ചോട് ദിയ. ഇപ്പോൾ എന്താ, നമ്മൾ കുറേ ചെയ്യും, പ്രണമിച്ച് നമ്മളെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നില്ലേ, നമ്മൾ പോട്ടെ ഇനി വിട്ടേക്കാം. അങ്ങനെ രാധ പ്രണാം കർണ ബി ചോട് ദിയ. पर मुझे क्या मालूम था कि वह
अस्वीकृति ही अटूट बंधन बनकर मेरी प्रणाम भद्र गंजलियों में कलाइयों में इस तरह लिपट जाएगी कि कभी खुल ही नहीं पाएगी. എനിക്കറിയില്ലായിരുന്നു ഈ ഒരു എന്നെ പ്രണാമം പോലും സ്വീകരിക്കാത്ത ആളാണ് എൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ജീവിതത്തിന് മാറ്റം, എൻ്റെ പ്രാണം അല്ലെങ്കിൽ എന്നെ ജീവിതത്തിന് മാറ്റം കൊണ്ടുവരിക എന്ന് എനിക്കറിയില്ലായിരുന്നു. രാധ പറയാണ് ലിപ്പട്ട് ऐसे ലിപ്പട്ട് ജായേഗി എന്ന് വെച്ചാൽ ഇങ്ങനെ എന്താ കയറി എൻ്റെ മനസ്സിനെ എന്താ ലിപ്പട്ട് ജായേഗി കി കഭി കുൽ ഹി നെഹി പായേഗി. അത്രയും എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച ഒരാളാണ് ആര്? കൃഷ്ണൻ. ഓക്കെ, ഇങ്ങനെ ആ ഒരു പ്രണാമം പോലും സ്വീകരിക്കാത്ത ആളാണ് എൻ്റെ ജീവിതത്തിൽ വരിക എന്ന് പോലും സങ്കല്പിച്ചില്ല രാധ. ഓക്കെ, और मुझे क्या मालूम था कि तुम केवल निश्चल खड़े नहीं रहे. എനിക്കറിയില്ലായിരുന്നു നീ നിശ്ചലമായി പോയത് എന്തുകൊണ്ടാണ്. എൻ്റെ സൗന്ദര്യം കണ്ടിട്ടും എൻ്റെ കൈ മുദ്ര കണ്ടിട്ടും അങ്ങനെയൊക്കെയാണ്, ആ ഒരു ആക്ഷൻ കണ്ടിട്ടാണ് കൃഷ്ണൻ ഇങ്ങനെ അന്തം വിട്ട് നിന്നു പോകില്ലേ രാധയുടെ സൗന്ദര്യം കണ്ടിട്ട്. അങ്ങനെയാണ് ശരിക്കും എന്താ കൃഷ്ണൻ നിന്നത്. പക്ഷേ എങ്കിൽ രാധ വിചാരിച്ചു എന്താ ഒരു വികാരവും ഇല്ലാത്ത ഒരു എന്താ പറയുക ഒരു ഭാവങ്ങളും ഇല്ലാത്ത ഒരാളാണെന്ന്. പക്ഷെ അതങ്ങനെയല്ല, രാധയുടെ സൗന്ദര്യം കണ്ടിട്ട് അന്തം വിട്ട് പോകുന്നതാണ് കൃഷ്ണൻ. ഓക്കെ, അതുകൊണ്ടാണ് അങ്ങനെ നോക്കുന്നത്. तुम्हें वह प्रमाण की मुद्रा और हाथों की गति इस तरह भा गई कि तुम मेरे एक एक अंग की एक एक गति को पूरी तरह बांध लोगे. इस संपूर्ण के लोभी तुम भला उस प्रमाण पात्र को क्यों स्वीकारते. और मुझे क्या എനിക്കറിയില്ലായിരുന്നു നീയാണ് എൻ്റെ ജീവിതത്തിൽ വരിക എന്ന്. പിന്നെ നീ നോക്കിക്കൊണ്ടിരുന്നത് എൻ്റെ കൈയുടെ മുദ്രകളും ഞാൻ പറയുന്ന രീതിയൊക്കെ ആയിരുന്നു നീ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. इस तरह भाग गई कि तुम मेरे एक एक अंग की एक एक गति को पूरी तरह बांध लेंगे. അങ്ങനെ എൻ്റെ ശരീരം ഒട്ടാകെ നിന്നെ എന്നാണ് മനസ്സിനും നിന്നെയാണ് നീയാണെന്ന് എനിക്ക് മനസ്സിലായത്. ശരീരവും മനസ്സും ഒക്കെ നീയാണെന്ന് എനിക്ക് മനസ്സിലായത് പിന്നീടാണെന്ന് പറയാണ്. പൂരി തര ബാന്ത് ലോകെ ഈ സമ്പൂർണ്ണ के लोभी तुम भला उस प्रमाण पात्र को क्यों स्वीकारते. പിന്നെ ആ ലോഭിയായ കൃഷ്ണൻ പിന്നെ എങ്ങനെയാണല്ലേ ശരിക്കും ആ പ്രണാമം സ്വീകരിക്കുക. അന്തം വിട്ടുപോയ ആൾ പിന്നെ എങ്ങനെയാണ് പ്രണാമം സ്വീകരിക്കുക എന്ന് രാധ തന്നെ ചോദിക്കുകയാണ്. और मुझे पगली को देखो कि मैं ഞാനോ പൊട്ടത്തിയെ പോലെ ഞാനിങ്ങനെ വിചാരിച്ചു ഇയാൾ എന്നോട് ഒരു മൈൻഡും ഇല്ല. तुम्हें समझती थी कि तुम इतने वितराग हो. ഞാനെപ്പോഴും എന്താ മനസ്സിലാക്കിയത് നീ ഒരു അല്ലാത്തൊരു മനുഷ്യനാണ്, ഒരു വിചാരവും ഒന്നുമില്ലാത്തൊരു മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് മനസ്സിൽ. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് നീ എൻ്റെ രൂപസൗന്ദര്യത്തിൽ മയങ്ങിപ്പോയതാണ്. ഓക്കെ, ഇതതിൻ്റെ നോട്ട്സാണ്. ഇത് നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. प्रेम की प्रारंभिक कौतूहलता को मनोवैज्ञानिक ढंग से धर्मवीर भारतीയാണ് നമ്മൾ ഷോർട്ടിൽ भारती जी ने इस गीत में चित्रित किया है. प्रेमी पहले उपेक्षा भाव दिखाकर प्रेमिका को अपनी ओर ആകൃഷ്ട करता है. ആദ്യം വലിയ എന്താ മൈൻഡാക്കാണ്ട് പ്രേമി ആദ്യം മൈൻഡാക്കാണ്ട് പ്രേമികേനെ ആകർഷിപ്പിച്ചു അല്ലേ. എല്ലാവരെയും കയറി അങ്ങ് മിണ്ടിക്കഴിഞ്ഞാൽ അതിന് വില ഉണ്ടാവില്ല. അപ്പം കുറച്ചൊന്ന് മസിൽ പിടിച്ചാൽ ചിലപ്പം എന്താ ജാടയാന്ന് വെച്ച് പോവും. ചില ആൾക്കാർ എല്ലാവരോടും കളിക്കുന്നില്ലല്ലോ എന്ന് വെച്ച് സ്വീകരിക്കും അല്ലേ. കൃഷ്ണ ബി യഹി ചാൽ ചലാता है. राधा कृष्ण को वन देवता समझकर प्रणाम करती हैं, लेकिन कृष्ण मात्र प्रणाम से तृप्त नहीं था. वह संपूर्ण का लोभी था. वह प्रणाम से तृप्त नहीं था. വെറും പ്രണാമം കൊണ്ട് തൃപ്തിയായിരുന്നില്ല ആര്? കൃഷ്ണൻ. ഓക്കെ, പ്രണാമം മാത്രം പോരാ മൂപ്പർക്ക്. ഓക്കെ, ഇപ്പം യഹാ
राधा कनु को संबोधित करते हैं। फर्स्ट पैरा घाट से लौटते हुए തൊട്ട് എന്താ ഇവിടെ ലിപ്പട്ട് ജായേഗി കി കബി കുൽ ഹി നഹി പായേഗി അതിൻ്റെ ഭാവാർത്ഥാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. യഹാ രാധ कनु को संबोधित करती हुई प्रेम विकास से संबंधित अपना एक अनुभव बताती हैं. यमुना तट से लौटते समय कई बार राधा ने दोपहर की शिथिल वेला में कृष्ण को कदम के पेड़ के नीचे देखा है. द सेम लाइन्സിനെ തർജിമ ചെയ്തതാണ്. उसे लगा था कि कृष्ण ध्यान में मग्न होकर चुपचाप खड़ा है. उसने सोचा कि वह कोई अज्ञात वन देवता होगा, इसलिए उनकी ओर देखकर कई बार सिर झुककर उसने प्रणाम भी किया. लेकिन तुम एक निसंग निर्विकार योगी के रूप में दृढ़ और निश्चल होकर खड़े रहे. तुमने मेरी और ध्यान नहीं दिया, मेरा प्रणाम भी स्वीकार नहीं किया. इस प्रकार कई दिन बीत गए. मैंने तुम्हें प्रणाम करना छोड़ भी दिया, लेकिन मैं इतनी भोली भाली थी कि तुम्हारी നിസ്സംഗത का अर्थ समझ न सकी. അത്രയും എന്താണോ അത്രക്കും പഗ്ലി എന്നെല്ലാം പറയും, മനസ്സിലാവാത്തൊരു കുട്ടിയായിരുന്നു, പൊട്ടിക്കുട്ടി. ഓക്കെ, അതെന്തുകൊണ്ടാണ് അവൻ അങ്ങനെ നിന്നതെന്ന് മനസ്സിലാക്കാൻ പോലും അവൾക്ക് മനസ്സിലായില്ല. മുझे मालूम नहीं था कि यह सब तुम्हारी कपटता थी. എനിക്കറിയില്ലായിരുന്നു നിൻ്റെ കള്ളക്കളിയായിരുന്നു എന്ന്. मुझे यह मालूम नहीं था कि तुम्हारी उपेक्षा बाद में प्रेम की दृढ़ बंधन के रूप में बदल जाएगी. मैंने भी कभी नहीं सोचा कि अनुराग का दृढ़ बंधन मेरी प्राण में बंधी हुई अंजलियों और कलाइयों को इस तरह बंधन में बांध देगा जो कभी नहीं खुल सकता. അങ്ങനെ മുറുകെ പിടിക്കുമെന്ന് എനിക്കിതുവരെ മനസ്സിലായിരുന്നില്ല. ആസ്തിക്ക് പിടിക്കുമെന്ന്. ഓക്കെ, പ്രേമം. അടുത്ത ഒരു പേര और मुझे क्या मालूम. प्रेम के प्रारंभिक दशा में राधा इतनी बोली थी कि राधा कनु को निसंग वन देवता मानकर प्रणाम करती थी. कनु ने उसके प्रणाम को स्वीकार नहीं किया, लेकिन राधा को मालूम नहीं था कि कनु जितने निर्विकार भाव से खड़ा है उतना अधिक अनुराग उसके अंदर छिपा है. നിർവികാരമായ ഭാവമാണ് മുഖത്തെങ്കിലും അന്തറിൽ അത്രയും അനുരാഗമായിരുന്നു ഉള്ളിൽ. ओके, वह निश्चल मुद्रा में अवश्य खड़ा था, लेकिन वास्तव में उसका हृदय राधा के प्रति आकृष्ट था. നിശ്ചൽ മുദ്ര സ്റ്റക്കായിട്ടാണ് നിൽക്കുന്നതെങ്കിലും അത്രയും ആകൃഷ്ട ആയിട്ടുണ്ട് ആര്, കൃഷ്ണൻ രാധയിൽ. राधा के प्रणाम की मुद्रा और हाथों की गति उसे बेहद अच्छी लगी. ആ ഒരു സ്റ്റൈല്, ഓരോരാൾക്ക് പ്രണാമം ചെയ്യുന്ന രീതി, ഓക്കെ, അതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഷോക്കായിട്ട് അല്ലെങ്കിൽ അതിങ്ങനെ നോക്കി നിൽക്കുകയാണ്. इसलिए उसने राधा के एक एक अंग की एक एक गति को अनुराग के पाश पूर्ण में बांध लिया है. वह कहती है, बाद में ही मुझे मालूम हुआ कि तुम मेरे सर्वस्व पर आसक्त हैं. केवल मेरे प्रणाम से ही नहीं, സർവസ്വ എൻ്റെ എല്ലാം എന്താ ആസക്തനാണ്. ഓക്കെ, എല്ലാത്തിലും ആസക്തനാണ്, വെറും കയ്യോ കണ്ണിലോ മാത്രമല്ല. ഓക്കെ, തും മുझे संपूर्ण रूप से पाना चाहते थे. എല്ലാ രീതിയിലും സ്വീകരിക്കാൻ അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നു ആര്, കൃഷ്ണൻ. इसलिए केवल मेरे प्रणाम से तुम संतुष्ट नहीं. അപ്പം വെറും പ്രണാമം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലായിരുന്നു കൃഷ്ണൻ നോക്കാറ്. मेरी पूजा या श्रद्धा का पात्र बनना तुम्हें पसंद नहीं था. मेरे सर्वस्व पर अधिकार पाना चाहते थे, इसलिए उपेक्षा का अभिनय किया था. मैं इतनी पगली थी कि तुम्हें किसी अनासक्त साधु की तरह निर्विकार मान बैठी थी. तुम तो उपेक्षा के मार्ग से मुझे अपनी ओर आकृष्ट करना चाहते थे. इन पंक्ति में अनुराग के विकास का चित्रण सूक्ष्म और मनोवैज्ञानिक
रूप से हुआ है. മനോവൈജ്ഞാനിക് എന്ന് വെച്ചാൽ സൈക്കോളജി പരമായിട്ട്. ഓക്കെ, ഇപ്പം നമ്മൾ മനസ്സിൻ്റെ വികാരങ്ങളാണ് മനോവൈജ്ഞാനിക്. ओके, प्रियतम का उपेक्षा भाव प्रेमिका के आकर्षण को बढ़ा देता है. ഓക്കെ, മൈൻഡാക്കാണ്ടിരിക്കുമ്പം പ്രേമിക കൂടുതൽ ആകർഷിക്കപ്പെടും. കൃഷ്ണനെ निर्लिप्तता दिखाकर राधा को अधिक प्रेमपूर्ण बनाकर अपनी ओर आकर्षित किया था. हमेशा प्रेमी और प्रेमिका एक दूसरे के बीच आकर्षण पैदा करने के लिए ऐसी चालें चलाते हैं. അങ്ങനെയുള്ള ചെറിയ ചെറിയ കോഡ്സ് അല്ലേ, രണ്ട് ലവേഴ്സ് തമ്മിൽ ഒന്നിക്ക് കണ്ണിനെ കൊണ്ടോ അല്ലെങ്കിൽ പിരിയത്തിനെ കൊണ്ടോ ഡാർ ലവിൽ കണ്ട പോലെ അങ്ങനെ ഓരോരു സൈൻസ് ഉണ്ടാവും പ്രേമി പ്രേമികമാരുടെ ഇടയിൽ. जो स्वाभाविक है, स्वाभाविकाണ്. यहाँ कृष्ण के प्रेम को धर्मवीर भारती जी ने लौकिक इंद्रिय रूप में दिखाया है. संपूर्ण के लोभी इस प्रयोग से वह स्पष्ट होता है. ഓക്കെ, ഇതിൽ എന്താ കൃഷ്ണൻ്റെയും രാധേൻ്റെയും എന്താ പ്രണയമാണ്. ഏത് തരത്തിൽ മനോവൈജ്ഞാനിക് മനസ്സിൻ്റെ ഓരോരോ വികാരങ്ങളെ പറ്റിയിട്ട് പറയുന്ന ഒരു ചെറിയ ഗീതാണ് തീസറ ഗീത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു.